പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ. 9-ാം ദിവസം പരിശുദ്ധ കന്യാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത്? ലോക സമാധാനത്തിനുള്ള സന്ദേശം നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ വരുന്നത്. എനിക്ക് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. ആയതിലേക്ക് സമർപ്പണ ഫലമായി ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം. അങ്ങനെ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങൾക്ക് പങ്കുപറ്റാം. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി ചേർന്നു കഴിയുമ്പോൾ ലോക സമാധാനം എന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കും. ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണം എന്നതാണ് എൻ്റെ അഭിലാഷം. ഇത് നിറവേറ്റാൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗം വയ്ക്കണം. എല്ലാ ദിവസവും നിങ്ങളോടൊന്നിച്ചായിരിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളുടെ സമൃദ്ധിയും ഹൃദയത്തിൽ പേറിക്കൊണ്ടാവും എത്തുക. നിങ്ങളുടെ സമർപ്പണം അപ്പോൾ സംഭവിക്കട്ടെ. വഴികാട്ടി. നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ് സമർപ്പണത്തിൻ്റെ അടിത്തറ. ഈ ആഗ്രഹം നമ്മുടെ അമ്മയെ നമ്മിലേക്ക് അടുപ്പിക്കുന്നു, നമ്മെ അമ്മയിലേക്കും. ഈ പരസ്പര ആകർഷണം സമർപ്പണത്തിനുള്ള പശ്ചാത്തലം ഒരുക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പറന്നെത്തുന്നു. നമ്മുടെ ഹൃദയങ്ങൾ പാകമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവിക സ്നേഹം ശേഖരിക്കും. എല്ലാ ഹൃദയങ്ങളെയും മകനിലേക്ക് അമ്മ എത്തിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ വസിക്കാമെന്ന് അമ്മ ഉറപ്പു നൽകിയിട്ടുണ്ടല്ലോ. അമ്മയുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സമർപ്പണത്തെ അഗ്നിയാൽ ഫലദായകമാക്കും. പ്രവൃത്തിപഥം. എളിമ പുണ്യങ്ങളുടെ അടിസ്ഥാനമാണ്, അവയുടെ കാവൽക്കാരനും. ദൈവം എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു. എന്നാൽ അഹങ്കാരികളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. അവരുടെ യാചനകൾ നിരസിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ താഴ്മയുള്ളവർക്ക് ദൈവം കണക്കറ്റ ദാനം നൽകുന്നു. സമർപ്പണം ചെയ്തവരോടെല്ലാം ദൈവം ഇത്തരത്തിൽ പെരുമാറുന്നു. അങ്ങനെ നാം അമ്മയുടെ വിജയത്തിന് തറക്കല്ലിടുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. എന്തെന്നാൽ അപ്രകാരം മാത്രമേ ഞാൻ എൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ ഗതിവിഗതി ദുഃഖപര്യവസായി എന്ന് ഞാൻ കണക്കാക്കട്ടെ. എൻ്റെ താഴ്മയിൽ ഞാൻ സ്വർഗത്തിൻ്റെ ഉന്നതി മനസ്സിലാക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും എളിമപ്പെടുത്തുവാൻ പഠിപ്പിക്കണമേ. എൻ്റെ സമർപ്പണ സമയത്ത് ഞാൻ എളിമയുള്ളവനായി തീരട്ടെ. അങ്ങനെ കർത്താവിൻ്റെ ദാസിയെ ഞാൻ അനുകരിക്കട്ടെ. ആമീൻ. വചനം. കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്ക 1:48. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.